ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിച്ചാലും മതി കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ സച്ചിയും സുധിയും ശ്രീകാന്തും കൂടെ മേളിൽ ടെറസിന്റെ മണ്ടയിലാണ് ഉറക്കം. ഈ സമയത്ത് നമ്മുടെ രേവതിയും ശ്രുതിയും വർഷയും കൂടി ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവാഹശേഷം അവർക്കുണ്ടായ അനുഭവങ്ങളും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു, പിന്നെ ഒരു സ്ഥലത്ത് പിടിച്ച് കെട്ടിയിട്ട പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടായത് നന്നായി, നമുക്കിടയിൽ ഇങ്ങനൊരു ബോണ്ടിങ് വന്നല്ലോ എന്ന് നമ്മുടെ വർഷ പറഞ്ഞു. അങ്ങനെ ഇവരിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷ പറഞ്ഞു, അത് പിന്നെ ഇപ്പൊ സത്യത്തിലേ അവര് 3 പേരും സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും അല്ലേന്ന്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പറഞ്ഞു കേട്ടോ, അത് ശരിയാ, ശ്രുതിക്ക് ഉറക്കം വരാൻ ചാൻസേ ഇല്ല. അപ്പൊ വർഷയും പറഞ്ഞു, അതെ, ശ്രീകാന്തിനും ഉറക്കം വരത്തില്ല, അതുമാത്രമല്ല ഭയങ്കര സങ്കടമായിരിക്കും, മൂടിയായിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും പെട്ടെന്ന് മേളിൽ നിന്ന് കുറെ അട്ടഹസവും ചിരിയും ഒക്കെ കേൾക്കാണ്, സച്ചിയുടെയും ശ്രീകാന്തിന്റെയും ശ്രുതിയുടെയും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു, ദേ നിങ്ങൾ മിണ്ടാതിരുന്നേ, ഞാനേ ഒന്ന് കയറിപ്പോയി നോക്കട്ടെ, അവിടെ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി പതിയെ പതിയെ കയറി ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും 3 പേരും ഭയങ്കര കളിയും ചിരിയും, ചേട്ടനിയന്മാരെ ഭയങ്കര കളിയും ചിരിയും. ഇത് കണ്ടു കഴിഞ്ഞപ്പോ രേവതി, ഭയങ്കര സങ്കടമാ, ഭയങ്കര ഫീലിങ്സാ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ വർഷയോടും ശ്രുതിയോടും പറഞ്ഞു, കെട്ടിയോമാരവിടെ കിടന്നേ ചിരിച്ച് തകർക്കുക, മതിക്കുക, അവരവിടെ ഭയങ്കര ഹാപ്പിയാ എന്നിങ്ങനെ പറഞ്ഞപ്പം, ആണോ, അല്ലെങ്കിൽ പിന്നെ പോയി നോക്ക്, അവിടെ കിടന്ന് ചിരിച്ച് കളിച്ച് 3 എണ്ണം കൂടെ കുട്ടി മറിയാന്ന് പറഞ്ഞപ്പം, ഓഹോ അങ്ങനെയാണല്ലേ, അപ്പൊ ഇവർക്ക് ഒരു സങ്കടവും ഇല്ലേ. അപ്പൊ നമ്മുടെ ശ്രുതി പറയാണ്, എവിടെ നിന്ന് സങ്കടം വരാനാ, അല്ലെങ്കിലും ആണുങ്ങൾ ഇങ്ങനെയാ. അപ്പൊ പെട്ടെന്ന് വർഷ ചോദിച്ചു, അതെങ്ങനെ ചേച്ചിക്കറിയാം എന്ന് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഇപ്പൊ തന്നെ അനുഭവം വെച്ച് എനിക്ക് മനസ്സിലായല്ലോ, ആണുങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന്. കല്യാണത്തിന് മുമ്പ് വേറൊന്ന്, കല്യാണം കഴിഞ്ഞ് വേറൊന്ന്. ഏതായാലും സന്ധ്യയായി, രാത്രിയായി, പാതിരാത്രിയായി, നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞ് ഇവര് നേരെ പോയി കിടക്കുന്നു. പിന്നെ നേരം പരപരാ വെളുക്കുന്നു. പരപരാ വെളുത്തിട്ട് നമ്മുടെ ചന്ദ്ര രേവതി എടി കാപ്പി കൊണ്ടുപാടി എന്ന് പറഞ്ഞ് അലറുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ വന്ന് ചോദിച്ചു, ഇതെന്താടി, ഇതെന്താ ഹോട്ടലോ, നീ വിളിക്കുമ്പോഴും തോറും ഇങ്ങനെ കാപ്പിയും അതുപോലെ ചോറും ഒക്കെ കൊണ്ടുവരാനായിട്ട്, ഇത് ഹോട്ടലൊന്നും അല്ലല്ലോ. ഇത് ഹോട്ടലല്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ രാവിലെ എന്താ എന്നെ കളിയാക്കുവാണോ? അതെ, അവളല്ലേ രാവിലെ എല്ലാവർക്കും കാപ്പി എടുത്ത് കൊടുക്കണത്, അതുകൊണ്ട് കാപ്പി ഞാൻ ചോദിച്ചു, ഇതുവരെ കാപ്പി കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ രേവതി ഇന്ന് നിനക്ക് കാപ്പി തരില്ല. അതെന്താ അവൾ എനിക്ക് കാപ്പി തരാത്തത്? എന്റെ പൊന്നു ചന്ദ്രൻ, നീ കിടന്ന് ചാടാതെ, അവളെ പൂക്കടയിൽ പോയേക്കുക, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂക്കട വന്നതോടെ പിന്നെ അവൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനിയിപ്പൊ ഞാൻ തന്നെ കാപ്പി ഉണ്ടാക്കി കുടിക്കണമായിരിക്കും. അതിനിപ്പോ എന്താ, നീ കാപ്പി ഉണ്ടാക്കി കുടിച്ചെന്ന് പറഞ്ഞ് നിന്റെ കയ്യിലെ വള ഊരിയൊന്നും പോവുകയല്ലോ. എന്റെ കയ്യിലെ വള ഊരിയൊന്നും പോകത്തില്ല. എന്തൊരു ഗതികേടാന്ന് ഓർക്കണേ. മരുമക്കളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു ഉപകാരമില്ല. അല്ല, നിന്റെ മറ്റു 2 മരുമക്കളുണ്ടല്ലോ, അവരോട് പോയി കാപ്പി ഇടാൻ പറയണം. അവർക്ക് ജോലിയില്ലേ? അപ്പൊ എന്താ, രേവതിക്ക് ജോലിയില്ലേ? അവളുടെ ജോലി വില കൂലിയൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കല്ലായിരുന്നോ? ഇപ്പോഴല്ലേ അവൾക്ക് ജോലി ആയത്, ഇപ്പോഴല്ലേ കെട്ടിയവനൊരു പൂക്കട ഉണ്ടാക്കി കൊടുത്തത്. എങ്കിൽ പിന്നെ ഇപ്പൊ ഇവിടെ ജോലി ഇല്ലാത്ത ഏത് പെണ്ണിനാ? എടി, ഒരു പെണ്ണായ നിനക്കല്ലേ ഇപ്പൊ ഇവിടെ ജോലി ഇല്ലാത്തുള്ളൂ. അപ്പൊ നീ തന്നെ ഒരു കാര്യം ചെയ്യുക, കാപ്പി ഉണ്ടാക്കിയിട്ട് അങ്ങ് കുടിക്കുക. ഇനിയിപ്പൊ കാപ്പി ഉണ്ടാക്കാൻ നിങ്ങൾ പറയൊന്നും വേണ്ട, എനിക്കറിയാം കാപ്പി പോയി ഉണ്ടാക്കി കുടിക്കാൻ എന്ന് പറഞ്ഞ് നേരെ കാപ്പി ഉണ്ടാക്കാൻ പോയ ഉടനെ തന്നെ ടാർസിന്റെ മണ്ടേന്ന് നമ്മുടെ സുധി ഇറങ്ങി വരിക. സുധി ഇറങ്ങി വരുന്നത് കണ്ടതും, ഇതെന്താ മോനെ സുധി, നീ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? അത് പിന്നെ അമ്മേ, ഞാൻ ഇന്നലെ ഇവിടെയാ കിടന്നത് എന്നും പറഞ്ഞുകൊണ്ട് മുഖം കൊടുക്കാതെ അങ്ങ് സുധി അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് ടെൻഷനും തുടങ്ങി കേട്ടോ. അങ്ങനെ ചന്ദ്ര നേരെ രവീന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട്, കണ്ടോ, കണ്ടോ, അവൻ ഇന്നലെ രാത്രി ടെറസിന്റെ മണ്ടയിലാ കിടന്നതെന്ന്. അതിനിപ്പോ എന്താ അവൻ ടെറസിന്റെ മണ്ടയിൽ കിടന്നെന്ന് പറഞ്ഞുകൊണ്ട്, അതെന്താ ടെറസിന്റെ മണ്ടയിൽ കിടന്ന ഉറക്കം വരില്ലേ? അവൻ ചൂടൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പം കയറി പോയത്. അല്ലല്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാം. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല മോളെ എന്തെടുക്കുക? അത് പിന്നെ ഞാനേ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുക. ആണോ? കടയിലെ ആയിരിക്കൂല്ലേ. അല്ല, മോൾ ഇന്നലെ ഉറങ്ങിയില്ലേ? മോളെ മുഖത്ത് ഭയങ്കര ക്ഷീണം. അത് പിന്നെ ഇന്നലെ രാത്രി താമസിച്ച അമ്മ കിടന്നത്, ഞാനും രേവതിയും വർഷയൊക്കെ കൂടി കുറച്ചു നേരം സംസാരിച്ചിരുന്നു, അതുകൊണ്ട് ഉറങ്ങിയപ്പം കുറച്ച് വൈകിപ്പോയി. നിങ്ങൾ സംസാരിച്ചിരുന്നോ? എപ്പം? അത് പിന്നെ ഒരു രാത്രി 12 മണിയൊക്കെ ആകും. അപ്പം പെട്ടെന്ന് ചന്ദ്ര മനസ്സിൽ ഓർക്കുക, എന്റെ ഈശ്വര, 3 പേരും കൂടെ ഒരുമിച്ച് സംസാരിച്ചിരുന്നോ? ഇവരെന്തായിരിക്കും സംസാരിച്ചത്?
എൻ്റെ കുറ്റമായിരിക്കും, അത് ഉറപ്പാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട്, അല്ല മോക്ക് ഇന്നലെ എന്നെ വിളിക്കത്തില്ലായിരുന്നു ഉറക്കം വരുന്നില്ലായിരുന്നെങ്കിൽ? ഞാൻ വരായിരുന്നല്ലോ. അത് പിന്നെ അമ്മ ഭയങ്കര ഉറക്കമായിരുന്നു, ഞാൻ വന്ന് നോക്കിയപ്പോ അമ്മ നല്ല ഉറക്കമാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാതിരുന്നതാ. ആണല്ലേ? അല്ല, ഒരു പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നമില്ലമ്മേ, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പം വല്ല പ്രശ്നം ഉണ്ടാവോന്ന് അറിയില്ല, ഇതുവരെ ഏതായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി റൂമിലേക്ക് കയറി വന്നു കേട്ടോ. അപ്പൊ ചന്ദ്ര പതുക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. ചന്ദ്രയ്ക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ചന്ദ്ര ഇങ്ങനെ എന്തായിരിക്കും പറ്റിയത്? എന്തോ ഉണ്ടല്ലോ, ഇതെന്താ എന്നോട് പറയാത്തത്? ഇവളെല്ലാം എന്നോട് പറയുന്നതായിരുന്നല്ലോ. അയ്യോ, ഇനിയിപ്പോ രേവതി വർഷയായിട്ട് ഇവര് കൂട്ടായി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്തെങ്കിലും ഒരു വാര വെച്ചേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി വന്നു. സുധി വന്നിട്ട് പറഞ്ഞു, അതെ ശ്രുതി, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി എന്ത് കേൾക്കാനാ സുധി? നിങ്ങൾ പറയുന്നത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. സത്യം പറയാലോ, നിങ്ങൾക്ക് ജോലി എടുക്കാൻ മടിയാണോ? ദേ, ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി എടുക്കാൻ മടിയാണെങ്കിലേ എനിക്ക് കഷ്ടപ്പെട്ട് എൻ്റെ എൻ്റെ എന്താ ഞാൻ പറയാ. അതെ, ഞാൻ എവിടെയാ ജോലിക്ക് പോകുന്നത് നിനക്കറിയാമോ? ഞാൻ ജോലിക്ക് പോയത് വേറെ എവിടെയല്ല, ഒരു ഹോട്ടലിലാ. ഇത് കേട്ടതും പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് ഞെട്ടിപ്പോയിട്ടോ. ഹോട്ടലിലോ? ഹോട്ടലിൽ തന്നെയാ. ഞാൻ ഹോട്ടലിൽ വെയിറ്റർ ആയിട്ടാ ജോലിക്ക് പോയത്. എന്താ ശ്രുതി പറയുന്നത്? ആ, അതെ, എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഞാൻ ആ ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു. ഞാൻ ആ ജോലിക്ക് പോയതാ ഏറ്റവും വലിയ തെറ്റായി പോയത്. അവിടെ എനിക്ക് കിട്ടേണ്ട മാന്യത ഒന്നും കിട്ടിയില്ല. എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി വല്ലതും ഞാൻ കണ്ടെത്തിയാൽ മതിയായിരുന്നു. അപ്പം നിന്നെ ഓർത്തിട്ടാ ഞാൻ ജോലിക്ക് പോയത്. ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കൂലേ? അത് മാത്രമല്ല, നിനക്ക് പൈസ കൊണ്ട് തന്നില്ലെങ്കിൽ നിന്റെ മുഖം വീർക്കുമല്ലേ? ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ. ശ്രുതി പറഞ്ഞു, എന്താ ശ്രുതി പറഞ്ഞത്? പൈസ കൊണ്ട് തന്നില്ലെങ്കിൽ എൻ്റെ മുഖം വീർക്കുന്നു. നിനക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടാ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ നീ ഇങ്ങനെ പുലമ്പി പറയുന്നത് എന്തിനാ? അതെ, നീ ഒരു കാര്യം ഓർക്കണം ശ്രുതി. വിവാഹം കഴിയുന്ന സമയത്ത് നിനക്ക് ജോലി ഉണ്ടായിരുന്നോ? നിനക്ക് ജോലി കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എന്നിട്ടും ഞാൻ നിന്നെ വിവാഹം കഴിച്ചല്ലോ. അപ്പൊ പിന്നെ നിനക്ക് ജോലിയും നിന്റെ വിദ്യാഭ്യാസവും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണോ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്? എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു. സേഫ് ആയിട്ടൊരു കരങ്ങളിൽ ഞാൻ ചെന്ന് പെടണം, അത് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. അതുമാത്രമല്ല, ഇവിടുത്തെ ആന്റീനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സുധി നല്ലൊരുത്തനാണെന്ന് എനിക്ക് തോന്നി. അപ്പം നിനക്ക് തോന്നി, അല്ലാതെ ഞാൻ നല്ലൊരുത്തനല്ലെന്നാ ഇപ്പൊ നീ പറഞ്ഞു വരുന്നത്. അതൊന്നും അല്ല സുധി ഞാൻ പറയുന്നത് സുധിക്ക് മനസ്സിലാവില്ല. സുധിയുടെ മണ്ടേ കേറില്ല. സുധിക്ക് ഈ വീട്ടിൽ ഒരു നിലയും വിലയും ഉണ്ടോ? ആ സച്ചിയുടെ മുമ്പിൽ ജോലിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ഇട്ടും വാരും. അത് ഞാനാ കാണുന്നത്, അത് ഞാനാ കേൾക്കുന്നത്. ഒരു സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. എനിക്കറിയാം. ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ ക്വാളിഫിക്കേഷനനുസരിച്ചുള്ള ജോലിക്കല്ലാതെ ഞാൻ ഇനി പോവില്ല ശ്രുതി. വേറെ ഒരു ജോലിക്ക് ഞാൻ പോവില്ല. എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ഞാൻ തന്നെ തേടി കണ്ടുപിടിച്ചോളാം. അതിന് കുറച്ച് സാവകാശം മാത്രം എനിക്ക് തന്നാൽ മതി. പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ദയവായി തന്നെ ഇനി കുറ്റപ്പെടുത്തരുത്. ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. ശ്രുതി വല്ലാത്തൊരു മാനസികാവസ്ഥയിലും. ശ്രുതിക്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, സച്ചിയുടെ വായിരിക്കുന്ന കേൾക്കണമല്ലോ. അത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ശ്രുതിയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിലും ഏതൊരു ഭാര്യയ്ക്കാ ജോലിയില്ലാത്ത ഭർത്താവിനെ സഹിക്കാൻ പറ്റുക? ജോലി കഴിവുണ്ടായിട്ടും ജോലിക്ക് ശ്രമിക്കാതിരിക്കുക, അതുപോലെ ജോലി കിട്ടിയിട്ടും അത് നിരന്തരമായിട്ടും ഇങ്ങനെ എന്താ പറയുക, ജോലി പൊക്കോണ്ടിരിക്കുക. അപ്പം പിന്നെ അത് ആരുടെ കയ്യിലെ കുഴപ്പമാണ്? ഈ പറയുന്ന ഭർത്താക്കന്മാരുടെ കയ്യിലെ കുഴപ്പം തന്നെയല്ലേ? നമ്മുടെ ശ്രുതിയുടെ കയ്യിലെ കുഴപ്പം തന്നെയല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് ശ്രുതി സഹിക്കുന്നത്? ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. അപ്പൊ സച്ചി മേളിൽ നിന്ന് പായും തലകണയൊക്കെ ആയിട്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ അവിടെ ചന്ദ്രയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനുണ്ട്. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ കാര്യമൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രവീന്ദ്രൻ സച്ചിനെ കണ്ട ഉടനെ പറഞ്ഞു, എടാ മോനെ, നീ ഇന്നലെ മേളിലാണോ കിടന്നത്? ആ അതെ ചാ, ഞാൻ മേളിലാണ് കിടന്നത്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, പെട്ടെന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വാ. രേവതി ഇവിടെ ഇല്ല, അവള് പൂക്കടയിലേക്ക് പോയേക്കാം. പെട്ടെന്ന് ആഹാരം നമുക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരി അച്ചാന്ന് പറഞ്ഞു. അപ്പൊ അതിനിടയിൽ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നിന്റെ വണ്ടി കണ്ടില്ലല്ലോ സച്ചി, നീ എന്നും വണ്ടി കൊണ്ടുവരുന്നായിരുന്നല്ലോ, ടാക്സി കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? അത് പിന്നെ അച്ഛാ, വണ്ടിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. മഹേഷിനെ കുറച്ച് നൈറ്റ് ഓട്ടം ഉണ്ടായിരുന്നു, അവന്റെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ വണ്ടിയും കൊണ്ട് പോയേക്കുക എന്നിങ്ങനെ പറഞ്ഞ് തടി തപ്പിട്ടോ. വണ്ടി വിറ്റിട്ട് ഓട്ടോ എടുത്തു എന്നൊന്നും നമ്മുടെ ആരോടാ രവീന്ദ്രനോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സച്ചി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും ഇങ്ങനെ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ലടി, നീ ഇപ്പൊ കണ്ടില്ലേ സച്ചി മണ്ടയത്തെ നിലയിൽ ഇറങ്ങി വരുന്നത്, ടെറസിന്റെ മണ്ടയിൽ ഇറങ്ങി വരുന്നത്. എന്നിട്ട് നിനക്ക് എന്തേ അവനോട് എന്തേ നീ ചോദിക്കാത്തത്? നീ എന്തുകൊണ്ട് അവനോട് ചോദിച്ചില്ല?
അവൻ എന്തുകൊണ്ട് മേളിൽ പോയി കിടന്നെന്ന്. നിന്റെ വയറ്റീന് തന്നെയല്ലേ ഈ പറഞ്ഞ സച്ചിൻ വന്നതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അവൻ എന്നും മണ്ടയിലൊക്കെ പോയി കിടക്കാറുള്ളതല്ലേ. അതുപോലെയാണോ ശ്രുതിയും ശ്രുതിയൊക്കെ? അവരങ്ങനെ കിടക്കാറുണ്ടോ? അവർ ഒരുമിച്ചല്ലേ കിടക്കാറുള്ളൂ. രവിയേട്ടാ, എനിക്ക് എന്തോ പേടി തോന്നുക. എന്തോ ഉണ്ട്, എന്തോ ഭയങ്കര പ്രശ്നമുണ്ട് ഇവർക്കിടയിൽ. അത് മാത്രമല്ല, ഇന്നലെ രേവതിയും വർഷയും ശ്രുതിയൊക്കെ കൂടി ഒരുമിച്ച് അങ്ങ് പാതിരാത്രി വരെ ഒരുമിച്ചിരുന്ന് സംസാരമായിരുന്നെന്ന്. ശോ, അതിനെന്തിനാ ചന്ദ്രൻ നീ പേടിക്കുന്നത്? അത് നല്ല കാര്യമല്ലേ അവർ സംസാരിക്കുന്നത്. അതിനിപ്പോ പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെയൊക്കെ സംസാരിക്കുന്നതേ ശരിയല്ല. അങ്ങനെ 3 മരുമക്കളും ഒത്തുചേർന്ന് കഴിഞ്ഞാലേ എന്റെ തല തിന്നും. ഓഹോ, എന്റെ പൊന്നു ചന്ദ്രൻ, നിന്റെ ഈ സ്വഭാവം ഒന്ന് നീ മാറ്റിവെക്കുക. അവരൊരുമിച്ച് സന്തോഷമായിട്ട് സംസാരിക്കട്ടെ, നമുക്കതല്ലേ വേണ്ടത്. അല്ലാതെ അവര് തമ്മിൽ എപ്പോഴും അടി കൂടുകയാണോ ചെയ്യേണ്ടത്? അപ്പൊ ചന്ദ്രൻ മനസ്സ് വിചാരിക്കുക, അവര് 3 പേരും ഒന്നിച്ചു കഴിഞ്ഞാലേ എനിക്കിട്ട് പണി തരാനല്ലേ. ഇപ്പൊ ഞാൻ ഒന്നിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പോയി. ചന്ദ്ര അങ്ങ് മാറിപ്പോയി പിന്നെയും നിൽക്കുകയാണ് കേട്ടോ. ഈ സമയമാണ് നമ്മുടെ രേവതി അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ രേവതി പതിയെ അകത്തേക്ക് കയറി വരുന്നതും പെട്ടെന്ന് ശ്രീകാന്തും ഇറങ്ങി വരിക. അപ്പൊ ശ്രീകാന്തിനെയും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കാണണം. അപ്പൊ ചന്ദ്ര പെട്ടെന്ന് ശ്രീകാന്തേ എന്ന് വിളിച്ചുകൊണ്ട് വരുമോ, മണ്ടേന്ന് പായം തരങ്ങനെയായിട്ട് ശ്രീകാന്തും ഇറങ്ങി വരികയാണല്ലോ. അപ്പൊ പെട്ടെന്ന് ശ്രീകാന്ത് ചന്ദ്രനെ ശ്രദ്ധിക്കാതെ നേരെ നമ്മുടെ രേവതിയുടെ പക്കൽ പോയിട്ട് ചോദിച്ചു, അല്ല ചേച്ചി, വർഷ എന്തിയെന്ന് ചോദിച്ചു. വർഷയോ? അവള് റൂമിനകത്തുണ്ടെന്ന് തോന്നുന്നു. അവൾ ഇന്നലെ ഒട്ടും ഉറങ്ങി കാണില്ലല്ലേ? അവൾക്ക് ഭയങ്കര സങ്കടമായി കാണൂലേ? അവള് സങ്കടം വല്ലതും പറഞ്ഞോ? അവള് പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ. നിങ്ങൾ തമ്മിൽ എന്തോ ചെറിയൊരു രസമില്ലായ്മയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. ആണല്ലേ? പറഞ്ഞല്ലേ? അവൾക്ക് ഭയങ്കര സങ്കടമായി കാണും. അവൾ ഇന്നലെ ഉറങ്ങി കാണത്തില്ല, പാവം. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയാൻ വരുന്നുണ്ട്, അവക്ക് അങ്ങനെയൊന്നും ഇല്ല, കുഴപ്പമൊന്നും ഇല്ലെന്ന്. കാരണം നമ്മുടെ രേവതിക്ക് അറിയാലോ, വർഷ ഭയങ്കര ഹാപ്പി തന്നെയാണ്. ഇപ്പം ശ്രീകാന്ത് കയറിപ്പോയി മണ്ടേ കിടന്നെന്നും പറഞ്ഞുകൊണ്ട് തീരാനുള്ളതൊന്നുമല്ല നമ്മുടെ വർഷയുടെ സന്തോഷം. വർഷ ഇങ്ങനെയാണല്ലോ, വർഷ അങ്ങനെയാണല്ലോ. വർഷയ്ക്ക് ആരെന്ത് ചെയ്താലും കുഴപ്പമില്ല, വിശക്കുമ്പോൾ ആഹാരം കിട്ടണം, സന്തോഷമുള്ളപ്പോൾ സന്തോഷിക്കണം, അങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ നമ്മുടെ വർഷ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇതിന്റെ ഇടയ്ക്ക് എന്താ മോനെ പ്രശ്നം, എന്താ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ചന്ദ്രയോട് മറുപടി ഒന്നും പറയുന്നില്ല. രേവതിയോടാണ് മൊത്തം സംസാരിക്കുന്നത് ശ്രീകാന്ത്. രേവതി പറഞ്ഞു, റൂമിൽ പോയി നോക്ക, വിഷമം പിടിച്ച ആള് കിടക്കുന്നത് കാണാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ, ഇത് ശരിയാവത്തില്ല. ഇതെന്താ അവൻ എന്നോട് സംസാരിക്കാതെ എല്ലാം രേവതിയോട് പറയുന്നത്? രേവതി ആരാ ഇവിടത്തെ? സത്യത്തിൽ എന്നോടല്ലായിരുന്നു വന്ന് പറയേണ്ടത്. രവിയേട്ടാ ഇങ്ങനെ പോയാ ശരിയാവത്തില്ല എന്ന് പറഞ്ഞപ്പം, അതെ, അവനറിയാം വെളിവില്ലാത്ത നിന്നോട് സംസാരിച്ചിട്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് വെളിവുള്ള രേവതിയോട് അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. രവിയേട്ടാ, വെറുതെ രാവിലെ കൊച്ചുകുടപ്പങ്കാലത്ത് എന്റെ വായിലിരിക്കുന്ന ചൊറിയുന്ന വർത്താനം നിങ്ങൾ കേൾക്കരുതേ. അപ്പൊ നിന്റെ വായിലിരിക്കുന്ന ചൊറിയുന്ന വർത്താനാന്ന് നിനക്ക് അറിയാല്ലേ ചന്ദ്രൻ? ഈ ചൊറിയുന്ന വർത്താനം മറ്റുള്ളവരുടെ എടുത്ത് കഴിഞ്ഞാലേ അവര് ചൊറിയത്തില്ല, ചിലപ്പം വെച്ച് മാന്തി തരും. അത് ചിലപ്പോൾ സഹിക്കാൻ നിനക്ക് പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടേ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നീ ഒരു കാര്യം ചെയ്യേ, കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് കാപ്പി ഇട്ട് കുടിച്ചോ. അത് പിന്നെ കാപ്പി ഇട്ട് കുടിക്കാൻ ടെൻഷൻ കാരണം കാപ്പി കുടിക്കാൻ തോന്നില്ല. എന്തോ അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പം തൽക്കാലം അവർക്കറിയാം. അവര് പ്രായവും പക്വതയും ഒക്കെ എത്തി അവര് വിവാഹം കഴിച്ചതല്ലേ, അവരുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചോളും. ചന്ദ്രേ, നീ ഇടപെട്ട് കുളവാക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞു. ഈ സമയത്ത് എന്ത് ചെയ്തു നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് മാറിപ്പോയിട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വർഷേനെയാണ്. അപ്പൊ വർഷ റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണല്ലോ നമ്മുടെ ശ്രീകാന്തിന്റെ പ്രതീക്ഷ, പാവം വർഷ ഇപ്പം വിഷമിച്ച് ഇങ്ങനെ കട്ടിലയിലൊക്കെ കിടപ്പുണ്ടെന്ന് അങ്ങനെയാണ് വിചാരിച്ചത് പുള്ളിക്കാരൻ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണു തള്ളി പോകുന്നതാണ്. നമ്മുടെ വർഷം അവിടെ കിടന്ന് പാട്ടിട്ടിട്ട് ഭയങ്കര ഡാൻസ്. ഇത് കണ്ടതും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തിന് ദേഷ്യം വന്നിട്ട്, ശ്രീകാന്ത്, വർഷേ എന്ന് വിളിച്ചു. എന്താ ശ്രീകാന്ത് എന്താ ഇങ്ങനെ ഒച്ചയ്ക്ക് വിളിക്കുന്നത്? അല്ല, നീ എന്താ ഇവിടെ കാണിക്കുന്നത്? നിനക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയോ? എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റി. അതെന്താ ഉറങ്ങാതിരിക്കാൻ മാത്രം? ഞാൻ ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഒത്തിരി നാൾ കൂടിയാ ഒറ്റയ്ക്ക് കിടന്നത്. കാലൊക്കെ വിശാലമായിട്ട് വെച്ച് കിടക്കാൻ പറ്റി. അല്ലെങ്കിൽ ശ്രീകാന്ത് ഇവിടെ ഉള്ളപ്പം എന്റെ പുറത്തല്ലേ കാല്, എനിക്ക് വിശാലമായിട്ട് കിടക്കാൻ പറ്റുമോ? അതുമില്ല. പക്ഷെ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ സുഖമായിട്ട് വിശാലായിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങി ശ്രീകാന്തേ. പണ്ടത്തെ ഒരു സുഖം ഇപ്പോഴാണ് കിട്ടിയത്. ഒറ്റയ്ക്ക് കിടക്കണ സുഖം ഉണ്ടല്ലോ, അത് പ്രത്യേകം ഒന്നാ. വേണമെങ്കിൽ ഇന്നും ശ്രീകാന്ത് മോളിൽ പോയി കിടന്നോ എന്നിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞപ്പോ ശ്രീകാന്ത്, ഓഹോ, അത് കൊള്ളാം. ഏതായാലും എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ ഒന്നും നിന്റെ മണ്ടയിൽ കയറിയിട്ടില്ലല്ലേ? നിന്റെ അമ്മ കാരണമാണ് ഇന്നലെ ഇത്രയും വഴക്കൊക്കെ ഉണ്ടായത്. എന്റെ അമ്മ കാരണോ? എന്റെ അമ്മ എന്താ വഴക്കുണ്ടാക്കാൻ മാത്രം? നിന്റെ അമ്മയല്ലേ നിന്നോട് ഓരോന്ന് വന്നൊക്കെ പറഞ്ഞതും ആ ഒരു ടിക്കറ്റ് കൊണ്ടു തന്നതും? അതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായത്. ഇതാ പറയുന്നത്, ചില അമ്മമാർ ഇങ്ങനെയാ, മക്കളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ശ്രീകാന്തേ, എന്റെ അമ്മേനൊന്നും പറയല്ലോ കേട്ടോ. അല്ല,
പിന്നെ എൻ്റെ അമ്മേനെ പറയണോ? എൻ്റെ അമ്മ നിന്നോട് എത്ര നന്നായിട്ടാ പെരുമാറുന്നത്. എന്നോട് നന്നായിട്ടാ പെരുമാറുന്നത്. പക്ഷെ ബാക്കിയുള്ളവരോടൊക്കെ എൻ്റെ ശ്രീകാന്ത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് നമ്മുടെ വർഷ ശ്രീകാന്തും അങ്ങ് ഇറങ്ങി പോയിട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഫോണിൽ ഇങ്ങനെ മറ്റേ സംഭവം ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ കിടപ്പുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ കലി വന്നിട്ട് ആ ഫോൺ എടുത്ത് കട്ടലിലേക്ക് എറിയുക. അപ്പൊ നമ്മുടെ രേവതി ഇത് വാച്ച് ചെയ്യാൻ കേട്ടോ. രേവതി നോക്കുമ്പോഴത്തേക്കും സച്ചി ആ ഫോണൊക്കെ വലിച്ചെറിയുന്നു. അപ്പൊ രേവതിക്ക് എന്തോ ഒരു സംശയം, ഇതെന്ത് പറ്റി, ആ ഫോണിൽ എന്തോ ഉണ്ടല്ലോ, സച്ചിയുടെ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. അപ്പൊ സച്ചി അങ്ങ് മാറി അങ്ങ് പോയി ഫോൺ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട്. നമ്മുടെ രേവതി എന്ത് ചെയ്തു, ആ ഫോൺ അങ്ങ് പോയി എടുത്ത് നോക്കാൻ തുടങ്ങിയത് നമ്മുടെ സച്ചി വന്ന് പിടിച്ചു പറിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ട് നാളത്തെ വിശേഷം അവസാനിക്കാട്ടോ ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ രേവതി സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കും, നമ്മുടെ സച്ചി തന്നെ സത്യങ്ങളൊക്കെ പറയും. പാവം നമ്മുടെ രേവതിക്ക് അതൊന്നും സഹിക്കുന്നതിലപ്പുറമായിരിക്കും. അതിലുപരി നമ്മുടെ സച്ചിയുടെ കാറ് വിറ്റില്ലേ, അതിന് പകരമായിട്ടൊരു അടിപൊളി കാറൊക്കെ നമ്മുടെ രേവതി മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ നാളെ രാവിലെ 7:30 സോറി 6:53 നമുക്ക് ഫുൾ വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചിട്ട് പോക്കോണേ.